ഹായ് ഫ്രണ്ട്സ്, ഡിയറക്സിന്റെ 7ാമത്തെ 8ാമത്തെ എപ്പിസോഡ് വന്നിട്ടുണ്ട്. എപ്പോഴത്തെ പോലെ തന്നെ ഭയങ്കരമായിട്ടുള്ള സംഭവങ്ങളൊക്കെ നടന്നിട്ടുണ്ട്. ഓരോ എപ്പിസോഡ് കഴിയും തോറും ആജൻ എന്ന ക്യാരക്ടറിന്റെ അടുത്ത് നമുക്കുള്ള ദേഷ്യം കൂടി വരത്തേ ഉള്ളൂ. കാരണം ആക്ടിങ് ആയിക്കോട്ടെ, സ്റ്റോറി ആയിക്കോട്ടെ, വേറെ ലെവലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇത്രയും ഫേമസ് ആയിട്ടുള്ള ഒരു നടി ഇത്രയും നെഗറ്റീവ് ആയിട്ടുള്ള ഒരു റോൾ എടുത്ത് ചെയ്യാന്നുള്ളത് വലിയ കാര്യമാണ്. അതിന് ആക്ട്രസിനെ അപ്രീഷിയേറ്റ് ചെയ്തുകൊണ്ട് നമുക്ക് എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്യാം. ആജനും ഗാങ്ങും കിസ് ചെയ്യുന്നത് ആ റിപ്പോർട്ടറെ കാണുന്നുണ്ട്. ലെനേന്റെ കസിനും കൂടിയാണ് ഈ റിപ്പോർട്ടർ. ആ ഫോട്ടോ എടുത്തു വെക്കുന്നുണ്ട്. ഇതേ സമയം അപ്പുറത്ത് നിന്നിട്ട് ആജന്റെ ആവശ്യപ്രകാരം ജയും ഫോട്ടോ എടുത്തു വെക്കുന്നുണ്ട്. അവൻ ഭയങ്കര ഫീലിങ്സിലാണ് എടുത്തു വെക്കുന്നത്. ഒരുമാതിരി കണ്ണൊക്കെ നിറഞ്ഞ് ഇത് ഭയങ്കര ഹാഷായി പോയി ബോസ് എന്നിങ്ങനെ ഒരാൾ ഭയങ്കര ഫീലിങ്സിൽ നിൽക്കുവാണെങ്കിൽ അവിടെ അപ്പുറത്ത് ലെന യൂൻചിന്റെ അടുത്ത് നിനക്ക് അവളെ ഇത്രയ്ക്കൊക്കെ ഇഷ്ടമാണോ? ജസ്റ്റ് കുറച്ച് ബാഡ് വേർഡ്സ് കേട്ടപ്പോഴേക്കും ഇങ്ങനെ പോയി അടി മേടിക്കുന്നതെന്നൊക്കെ ചോദിക്കുന്നതിന് ജസ്റ്റ് എനിക്ക് കുറച്ച് അടി മേടിക്കണമെന്നുണ്ടായിരുന്നു എന്നാണ് യൂൻചൻ പറയുന്നത്. ആജനെന്താ ചെയ്യാൻ പോകുന്നതെന്ന് അറിയാലോ, അതിന്റെ വിഷമം. അവളാണെങ്കിൽ ഓൾറെഡി നന്നായിട്ട് എന്നെ കുടിച്ചിട്ടുണ്ട്. കാറിൽ കയറ്റി ഇരുത്തുമ്പോഴാണ് അവളുടെ ഫോണിലേക്ക് ഒരു കോൾ വരുന്നത്. നോക്കുമ്പോൾ റിപ്പോർട്ടറാണ്. എനിക്കൊരു കാര്യം അറിയോ, ആജനും ഗാങ്ങും സെറ്റായി, അതുകൊണ്ടാണോ നിന്നെ വേണ്ടെന്ന് വെച്ചത് എന്ന് ചോദിക്കുന്നുണ്ടെങ്കിലും യൂൻചനൊന്നും പറയാതെ കോൾ കട്ട് ചെയ്യുന്നു. ലെനനെ കൊണ്ടുവിടാൻ വേണ്ടിയിട്ട് ഡ്രൈവറെ വിളിച്ചിട്ടുണ്ടായിരുന്നു. ലെന അവിടുന്ന് പോയി കഴിയുന്നതും നിന്റെയും ഗ്യാങ്ങിന്റെയും കാര്യം റിപ്പോർട്ടർക്ക് അറിയാന്നുള്ളത് ആജിന് മെസ്സേജ് അയച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ടാണ് അത് ആലോചിച്ച് ഭയങ്കര ഫീലിങ്സിൽ നിൽക്കുന്നത്. റിപ്പോർട്ടർ ആ ഫോട്ടോസ് വെച്ച് ആർട്ടിക്കിൾ എഴുതിയിട്ടുണ്ടെങ്കിലും റിലീസ് ചെയ്തിട്ടില്ല. പക്ഷെ സിഒക്ക് അത് അയച്ചു കൊടുത്തിട്ടുണ്ട്. സിഒ ആജിനെ വിളിച്ച് എന്ത് പണിയാ നീ കാണിച്ചത്? നീ സ്മാർട്ട് ആണെന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷെ ഇത്രയും പെട്ടെന്ന് ഇങ്ങനെ ഒരു സംഭവത്തിൽ പെട്ടിട്ടുണ്ടെങ്കിൽ ആകെപ്പാടെ പ്രശ്നമാവുന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും താനിക്കാര്യത്തിൽ സീരിയസ് ആണെന്നും ഇതിന്റെ പേരിൽ എന്ത് വന്നാലും കുഴപ്പമില്ല എന്നുള്ള രീതിക്കാണ് ആജൻ സംസാരിക്കുന്നത്. അതുമാത്രമല്ല, റിപ്പോർട്ടർ ഇത് റിലീസ് ചെയ്തിട്ടില്ലല്ലോ. അതിനർത്ഥം റിപ്പോർട്ടർക്ക് ഇവരുടെ അടുത്തുനിന്ന് എന്തോ വേണമെന്നാണ്. അതുകൊണ്ട് താൻ പോയി സംസാരിക്കാമെന്നും പറയുന്നുണ്ട്. സിഒയ്ക്ക് വലിയ താല്പര്യമില്ലെങ്കിലും അവളുടെ നിർബന്ധപ്രകാരം സമ്മതിക്കുന്നുണ്ട്. ഈ സമയത്താണ് അങ്ങോട്ടേക്ക് ഗാങ് വരുന്നത്. നിങ്ങൾ സംസാരിക്കുമെന്നും പറഞ്ഞ് അവനെ ജസ്റ്റ് ഒന്ന് നോക്കി ചിരിച്ച് അവൾ അവിടുന്ന് പോകുന്നുണ്ട്. സിഒ അവൻ്റെ അടുത്തും ഇത് തന്നെയാണ് പറയുന്നത്. ഇപ്പോഴാണ് ലെനു അവനുമായിട്ടുള്ള ബ്രേക്കപ്പ് അനൗൺസ് ചെയ്തത്. അപ്പോഴേക്ക് ഇങ്ങനൊരു ന്യൂസ് വന്നിട്ടുണ്ടെങ്കിൽ അവൻ്റെ റെപ്യൂട്ടേഷനെ അത് ബാധിക്കും. പക്ഷെ ഇതിൻ്റെ പേരിൽ എന്ത് കോൺസിക്വൻസസ് വന്നാലും അത് നേരിടാൻ തയ്യാറാണെന്നും ആജന്റെ കാര്യത്തിൽ അത്രത്തോളം സീരിയസ് ആണെന്നാണ് ഗാങ്ങിന്റെ റിപ്ലൈ. അത് മാത്രമല്ല, അവരുടെ റിലേഷൻഷിപ്പിൽ സിഒന്റെ ബ്ലെസ്സിങ്സും വേണമെന്ന്. അത് കഴിഞ്ഞ് ആജൻ റിപ്പോർട്ടറെ കാണാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. ഇപ്പൊ ആജനാണ് നാഷണൽ ക്രഷ്. അതിന്ന് നാഷണൽ ട്രാഷ് ആവെന്നും പറഞ്ഞ് ഭീഷണിപ്പെടുത്തുന്നൊക്കെയുണ്ട്. ഈ ഒരു ന്യൂസ് പുറത്തു പോയിട്ടുണ്ടെങ്കിൽ അതാണ് അവള് പ്ലാൻ ആയിട്ടേ കൊണ്ടു നടക്കുന്നത്. എന്നിട്ട് അത് വെച്ചിട്ടാണ് ഭീഷണിപ്പെടുത്താൻ നോക്കുന്നത് എന്നുള്ളതാണ് രസം. അവളുടെയും ഗ്യാങ്ങിന്റെയും ലവ് സ്റ്റോറിനെ കുറിച്ച് എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ന്യൂസ് റിപ്പോർട്ടർക്ക് കൊടുക്കാന്നൊരു ഓഫർ കൊടുക്കുന്നുണ്ട്. അത് മാത്രമല്ല, ജയും ഫോട്ടോസ് എടുത്തായിരുന്നല്ലോ, അതും കൂടെ ഇതിൽ ഇൻക്ലൂഡ് ചെയ്യണം എന്ന് പറയാണ്. ചിലപ്പോൾ അത് ആംഗിൾ വൈസ് കുറച്ചുകൂടെ നല്ലതായിരിക്കും. എന്തായാലും അതങ്ങനെ സെറ്റപ്പ് ആക്കി പിറ്റേ ദിവസം ആ ന്യൂസും പുറത്തു വരുന്നുണ്ട്. നോക്കുമ്പം ഫാൻസിന്റെ ഭാഗത്തുനിന്ന് ഫുള്ള് സപ്പോർട്ട്. ആജിന്റെ മാനേജർക്ക് ഇന്നൊരു ബ്ലൈൻഡ് ഡേറ്റ് ഉണ്ട്. അതിനെക്കുറിച്ച് പറയുമ്പോൾ തന്നെ ഭയങ്കര നാണമാണ്. സമയമൊക്കെ ചോദിച്ച് ഡേറ്റിന് പോകുന്നതിന് മുന്നേ ഒന്ന് സലൂണിൽ പോയിട്ട് സെറ്റപ്പ് ആയിട്ട് വാ, അതിന് വേണ്ടിയിട്ട് അപ്പോയിന്റ്മെന്റ് എടുത്ത് കൊടുക്കാന്ന് പറയുന്നുണ്ട്. ആദായം ഇല്ലാതെ ആജിനൊന്നും ചെയ്യത്തില്ല എന്ന് നമുക്കറിയാം. പക്ഷെ മാനേജറിന് ഭയങ്കരമായിട്ട് അങ്ങ് ഹാപ്പി ആവുന്നുണ്ട്. മാനേജറായ തനിക്ക് വേണ്ടി ഇങ്ങനെയൊക്കെ ചെയ്യുന്നല്ലോ എന്ന്. ആജൻ പ്രത്യേകമായിട്ട് നീ ഒരുപാട് കുടിക്കരുത്, കുടിച്ചിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും ഉള്ളറി വെക്കുന്ന പറഞ്ഞിട്ടാണ് വിടുന്നത്. മാനേജറുടെ ഡേറ്റ് വേറെ ആരുമല്ല, ജയാണ്. അത്രയും ഹാൻഡ്സ് ആയിട്ടുള്ള ഒരു പയ്യനെ കണ്ടിട്ട് മാനേജർക്കും ഭയങ്കര സന്തോഷം. ജയനെ കണ്ടാലേ അറിയാം ആജിന് വേണ്ടിയിട്ട് എന്തെങ്കിലും കൊനിഷ്ഠ ചെയ്യാനാ വന്നത് എന്ന്. മാനേജറിനെ ഒരുപാട് കുടിപ്പിച്ച് അവളുടെ അടുത്തുനിന്ന് സീക്രട്ട് കണ്ടുപിടിക്കലാണ് ലക്ഷ്യം. നന്നായിട്ട് കുടിച്ചിട്ടുണ്ടെങ്കിലും സീക്രട്ട് ഒന്നും പുറത്തു പറഞ്ഞുകൂടാന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുന്ന അവളുടെ കയ്യിൽ പിടിച്ച് എൻ്റെ അടുത്ത് പറയാം, ഞാൻ ആ സീക്രട്ട് നിനക്ക് വേണ്ടി കീപ്പ് ചെയ്യുന്നു. ആ പാവം പിടിച്ച പെണ്ണിൻ്റെ അടുത്ത് പറഞ്ഞ് ഫുള്ള് കരന്നെടുക്കുന്നുണ്ട്. എന്നിട്ട് അത് വീഡിയോയും എടുത്തു വെക്കുന്നു. കുറച്ച് വർഷങ്ങൾക്ക് മുന്നേന്ന് പറഞ്ഞ് തുടങ്ങുന്നുണ്ട്. എന്താ പറഞ്ഞതെന്ന് നമ്മളെ കാണിക്കുന്നില്ല. അടുത്ത ദിവസം ലെന സിഒ ലേഡീൻ്റെ അടുത്ത് ഭയങ്കരമായിട്ട് ആർഗ്യൂ ചെയ്ത് പുറത്തേക്ക് വരുന്ന സമയത്ത് ഫോണിലേക്ക് ഒരു വീഡിയോ വരുന്നു. വേറെന്നല്ല, ഇന്നലെ മാനേജർ പറഞ്ഞ കാര്യങ്ങളാണ്. വർഷങ്ങൾക്ക് മുന്നേ ആജന്റെ അച്ഛൻ മരിച്ച സമയത്ത് ആജൻ പോലീസ് സ്റ്റേഷനിൽ വന്നപ്പം ലെനയും വന്നിട്ടുണ്ടായിരുന്നല്ലോ. ലെന ചെയ്ത ആക്സിഡന്റ് താനാ ചെയ്തത് എന്ന് മാനേജർ പറയലായിരുന്നു ആ ഒരു ഇൻസിഡന്റിൽ നടന്നിട്ടുണ്ടായിരുന്നത്. ഈ ഒരു കാര്യമാണ് മാനേജർ ഇപ്പം ജയന്റെ അടുത്ത് പറഞ്ഞത്. ഈ സംഭവം പുറത്തറിഞ്ഞിട്ടുണ്ടെങ്കിൽ ലെനേന്റെ കരിയറേ നശിച്ചല്ലോ. അതുകൊണ്ട് അവള് പേടിച്ച് നിൽക്കുന്ന സമയത്താണ് അങ്ങോട്ടേക്ക് ആജൻ വരുന്നത്. എൻ്റെ അടുത്ത് കളിക്കരുത് എന്ന് ആദ്യം നിന്റെ അടുത്ത് വാൺ ചെയ്തതല്ലേ, എന്നിട്ടും നീ പറഞ്ഞത് കേട്ടില്ല. അപ്പൊ പിന്നെ ഞാൻ എന്ത് ചെയ്യാനാ? ഇനിയും എൻ്റെ അടുത്ത് വെറുതെ കളിക്കാൻ വരരുത് എന്ന് ഭയങ്കരമായിട്ട്
ഭീഷണിപ്പെടുത്തുന്നുണ്ട്. ലെന ആ വീഡിയോ കണ്ടിട്ടേ ഭയങ്കര പേടിച്ചിട്ടാണുള്ളത്. ദൈവത്തെ ഓർത്ത് ഇത് പുറത്തു വിടരുത്, ഞാനിനി നിന്റെ വഴിക്കേ വരത്തില്ല എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും അതെങ്ങനെ അത്ര പെട്ടെന്ന് വിടാൻ പറ്റുക? ചെയ്യാൻ തുടങ്ങിയതേ ഉള്ളൂന്ന് അവിടെ നിലത്ത് വീണ ലെനേന്റെ ഫോൺ എടുത്ത് അതിൽ വരുന്ന ആയിരക്കണക്കിന് നോട്ടിഫിക്കേഷൻസ് കാണിച്ചുകൊണ്ട് പറയുന്നുണ്ട്. കണ്ണി ചോരയില്ലാത്ത വിധം ഭയങ്കരമായിട്ട് ഭീഷണിപ്പെടുത്തിയിട്ടാണ് അവിടുന്ന് പോകുന്നത്. വേറെ പ്രത്യേകിച്ചൊന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണല്ലോ, അതുകൊണ്ട് ലെനയും അവിടെ നിന്ന് കരയുന്നുണ്ട്. വീഡിയോ ഓൾറെഡി ലീക്കായി, അതുകൊണ്ട് പേടിച്ച് നിൽക്കുന്ന അവിടെ നിൽക്കുന്ന മാനേജറെ മൈൻഡ് ചെയ്യാതെ കാറിൽ പോയിരുന്നിട്ട്, നിന്റെ അടുത്ത് കുടിക്കരുതെന്ന് ഞാൻ പ്രത്യേകം പറഞ്ഞിട്ടാണ് വിട്ടത്, എന്നിട്ടാണ് ഈ പണി കാണിച്ചു വെച്ചേക്കുന്നത്. ഇനിയിപ്പോൾ എന്താ ചെയ്യാൻ പറ്റുക? ഇനി നമുക്ക് ഒരുമിച്ച് വർക്ക് ചെയ്യാനൊന്നും പറ്റത്തില്ല, ഇതാണ് നിന്റെ ലാസ്റ്റ് ഡേ എന്നും പറഞ്ഞ് ആ പെണ്ണ് പറയുന്നത് കേക്ക് പോലും ചെയ്യാതെ ഒരു തുള്ളി മനസാക്ഷി പോലും ഇല്ലാതെ അവിടുന്ന് പോവാണ്. ആദ്യം കാരനാണ് ആ പെണ്ണിപ്പ ആ നടുത്തെരുവിൽ നിൽക്കുന്നത്, എന്നിട്ട് ഒരു തുള്ളി മനസാക്ഷി കുത്തില്ലാതെയാണ് അവിടുന്ന് പോകുന്നത്. പിന്നെ അവക്ക് ഫുള്ള് സന്തോഷങ്ങളാണ്. മുത്തശ്ശീന്റെ ബർത്ത്ഡേ ആഘോഷിക്കുന്നുണ്ട്. മുത്തശ്ശിക്ക് മുത്തശ്ശീന്റെ ഫേവറേറ്റ് കളർ സ്കാർഫ് ഗിഫ്റ്റ് ചെയ്യുന്നുണ്ട്. അവര് തമ്മിൽ ഫോട്ടോ എടുക്കുന്നുണ്ട്. ഗാങ്ങിന്റെ ഫാമിലിനെ മൊത്തം വളച്ചെടുത്തു. പിന്നെ ഇവര് തമ്മില് ഫുള്ള് ലവിന്റെ പ്രകടനങ്ങളാണ്. ആജിന് അങ്ങനെ ഒരു സംഭവം ഉണ്ടാവത്തില്ല എന്ന് നമുക്കറിയാം, പക്ഷെ ഗാങ് വളരെ സീരിയസ് ആയിട്ടാണ് അവളെ നോക്കുന്നത്. ചെക്കൻ കംപ്ലീറ്റ്ലി പ്രണയത്തിലാണ്, ഒരുപാട് സ്ഥലത്ത് പോകുന്നുണ്ട്. ഇതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ യൂൻചുൻ ഒരു ബുക്ക് എഴുതുന്നുണ്ട്, വിന്റർ സ്ലീപ്പ് എന്ന് പറഞ്ഞിട്ട്. ലവ് ബേർഡ്സ് ഒരുപാട് സ്ഥലത്ത് പോയിട്ട് ഫോട്ടോസ് പോസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ ഇടയ്ക്ക് മീഡിയാസ് വന്ന് ഫോട്ടോസ് എടുക്കുന്നുണ്ട്. ഫുള്ള് ഹാപ്പി എന്ന് പറഞ്ഞാൽ ഫുള്ള് ഹാപ്പി. ഇതിൻ്റെ ഇടയ്ക്ക് ലൈവ് പോയിട്ട്, ഇതാണ് ഞാൻ ഏറ്റവും ഇഷ്ടപ്പെടുന്ന പെണ്ണ്, ഇവളെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം എന്നൊക്കെ അവൻ്റെ ഫാൻസിൻ്റെ അടുത്ത് പറയുന്നു. വോട്ടിങ്, ക്യാമ്പിങ്, സ്നോയിൽ കളിക്കല്, ബീച്ചിൽ പോക്ക് എന്ന് പറഞ്ഞ് പറ്റുന്നത്രയും കറങ്ങി അവക്ക് നല്ല പബ്ലിസിറ്റി കിട്ടുന്നുണ്ട്. ഈ പ്രഹസനങ്ങളൊക്കെ എല്ലായിടത്തും കാണിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ ജയും കാണുന്നുണ്ട്. യൂൻചൻ സീരിയസ് ആയിട്ട് എഴുതിക്കൊണ്ടിരിക്കുമ്പം അവൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടുണ്ടാവില്ല എന്ന് മനസ്സിലാക്കിയിട്ട് ലെന യൂൻചനും കൂടിയുള്ള ഫുഡ് കൊണ്ടുവരുന്നുണ്ട്. നീ ആദ്യം കഴിച്ചോ, ഞാനിതിപ്പോൾ തീർക്കും എന്നിട്ട് കഴിച്ചോളാം എന്ന് പറയുന്നുണ്ടെങ്കിലും അവളെ നിർബന്ധിച്ച് കൂടെ എഴുതി കഴിക്കുന്നുണ്ട്. ഇതിൻ്റെ ഇടയ്ക്ക് ആജന്റെ മൂവി പ്രീമിയർ ഉണ്ടെന്നും അതിന് വരണമെന്നും ആവശ്യപ്പെടുന്നു. വിളിച്ചോണ്ട് പോകുന്നുണ്ട്. ആജൻ അവിടെ സ്പീച്ച് കൊടുക്കുമ്പം നല്ല ദേഷ്യത്തിലാണ് ലെന നോക്കിയിരിക്കുന്നത്. ആജൻ സ്പീച്ചൊക്കെ കൊടുത്തിട്ട് ഗാങ്ങിന്റെ അടുത്ത് കൈയൊക്കെ കോർത്തിരുന്ന ഭയങ്കര ഹാപ്പി ആയിട്ടിരിക്കുന്നത് യുഞ്ചൻ ഒരുമാതിരി നോക്കുന്നുണ്ട്. നീ എന്നെ ഹെൽപ്പ് ചെയ്യില്ലേ എന്ന് ചോദിച്ചത്, ഞാൻ ജസ്റ്റ് ഗാങ്ങിന് 1 വർഷത്തേക്ക് മാത്രമേ ഡേറ്റ് ചെയ്യുള്ളൂ എന്ന് ഒക്കെ ആജൻ പറഞ്ഞതൊക്കെയാണ് അവന്റെ മൈൻഡിൽ ഓടിക്കൊണ്ടിരിക്കുന്നത്. പ്രീമിയർ ഒക്കെ കഴിഞ്ഞ് ആജനും ഗാങ്ങും വീട്ടിലേക്ക് പോകുന്ന സമയത്തൊക്കെ അവള് അത്രത്തോളം നന്നായിട്ട് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞാൽ ഭയങ്കര പ്രൗഡായിട്ട് ഫീൽ ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കരമായിട്ട് എൻകറേജ് ചെയ്യുന്നുണ്ട്. അവന്റെ നാച്ചുറൽ സ്മെല്ല് നല്ല രസമുണ്ട്, അതുകൊണ്ട് പെർഫ്യൂംസ് ഒന്നും ഉപയോഗിക്കണ്ടെന്ന് അവള്, അതവക്ക് ഇഷ്ടമാണെന്ന്. അതിലും അധികം അവളെ ഇഷ്ടമാണെന്ന് ഗാങ്. യൂഞ്ചൻ തിരിച്ച് വീട്ടിലേക്ക് വരുമ്പം അവിടെ ഓൾറെഡി ജയുണ്ട്. ഇവിടെ കുത്തിയിരുന്ന് എഴുതാനുള്ളതിന് നട്ടപ്പാതിരിക്ക് നീ എവിടെ പോയിട്ട് വരികയാണെന്ന്. നീ വെറുതെ എന്നെ ഇങ്ങനെ ശല്യം ചെയ്യുകയാണെങ്കിൽ ഞാൻ പാസ്കോഡ് മാറ്റി വിടുന്ന യൂഞ്ചൻ. ആദ്യം നിന്നെ കോണ്ടാക്ട് ചെയ്തിരുന്നു എന്ന് ചോദിക്കുന്നതിന് എന്നെ ഇതുവരെ കോണ്ടാക്ട് ചെയ്തിട്ടില്ല, ഒരു പ്രശ്നമില്ലായിരിക്കും, പൊതുവെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിലല്ലേ വിളിക്കുള്ളൂ, പിന്നെ വിളിക്കാത്തതും അത്രയും നല്ലതാണെന്ന്. അതായത് അവളെ വിളിക്കുന്നില്ലെങ്കിൽ ഹാപ്പി ആണെന്നാണല്ലോ അർത്ഥം. അതുകൊണ്ട് അവളെ ഹാപ്പി ആയിട്ടിരിക്കട്ടെ എന്നുള്ള രീതിക്കാണ് ജെ റിപ്ലൈ കൊടുക്കുന്നത്. നീ കുടിക്കാൻ കൂടുന്നോന്ന് ചോദിക്കുന്നതിന് ഇല്ലെന്ന് യൂഞ്ചുൻ. നീ ആദ്യം വീട്ടിൽ പോവാൻ നോക്കുന്ന്. വീട്ടിലോ? ഞാനൊന്നും പോകുന്നില്ല, ഞാനിവിടുന്ന് പോയിട്ടുണ്ടെങ്കിൽ നീ ബോറടിച്ച് ചാവുന്ന പറഞ്ഞ് അവിടെ ഇരുന്ന് വായിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് യൂഞ്ചുന്റെ ഫോണിലേക്ക് കോള് വരുന്നത്. എടാ നീ അതൊന്ന് എടുത്തേ, എന്തൊരു ശല്യമാണ്, എനിക്ക് വായിക്കാൻ പറ്റുന്നില്ലെന്ന് ജയ. യൂഞ്ചൻ വന്ന് നോക്കുമ്പം അമ്മയാണ് വിളിക്കുന്നത്. കോൾ എടുക്കാത്ത കണ്ടിട്ട് ഇവനെന്താ എടുക്കാത്തേന്ന് വന്ന് നോക്കുന്ന ജയ്ക്ക് മനസ്സിലാവുന്നത് അമ്മയാണ് വിളിക്കുന്നത്, എന്നിട്ടാണ് ഇവൻ കോൾ എടുക്കാത്തേന്ന്. എടാ എന്ത് പണിയാ നീ കാണിക്കുന്നത്? അമ്മേൻ്റെ അടുത്ത് ഇങ്ങനെയൊക്കെയാണോ പെരുമാറുന്നത്? നന്ദിയില്ലാത്ത മോന്ന് പറയുന്നുണ്ട്. അത് ഹിറ്റായോ എന്തോ. അടുത്ത സീനില് അമ്മ യൂഞ്ചിന്റെ അടുത്താണ് സംസാരിക്കുന്നത്. തീർച്ചയായിട്ടും യൂഞ്ചിനോടുള്ള സ്നേഹം കൊണ്ട് വിളിച്ചതല്ല. അമ്മയ്ക്ക് പൈസ വേണം, ഒരാഴ്ചയ്ക്കുള്ളിൽ അത് സെറ്റാക്കണം, ഇല്ലെങ്കിൽ ശരിയാക്കി തരാമെന്ന് പറഞ്ഞിട്ടാണ് കോള് കട്ട് ചെയ്യുന്നത്. ഇവിടെ യൂഞ്ചിന്റെ മുത്തശ്ശന് തീരെ സുഖമില്ല. പോയി കണ്ടിട്ട് മുത്തശ്ശന്റെ അസിസ്റ്റന്റിന്റെ അടുത്ത് ഈ കാര്യം അമ്മ അറിയണ്ടെന്ന് പറയുന്നുണ്ട്. ഇവിടെ യൂഞ്ചിന്റെ അമ്മ ആളെ വെച്ച് യൂഞ്ചിന്റെ വീടിന്റെ വാതിൽ തുറന്ന് അകത്ത് പോയിട്ട് തപ്പുന്നുണ്ട്. അപ്പോഴാണ് ഒരു ഡോക്യുമെന്റ് കിട്ടുന്നത്, യൂഞ്ചൻ ലോങ് സ്റ്റാർ എന്റർടൈൻമെന്റിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ആജൻ വർക്ക് ചെയ്യുന്ന കമ്പനിയിൽ. അത് കണ്ടതും ദേഷ്യം വന്ന് നേരെ ആജനെയാണ് പോയി കാണുന്നത്. ആ പേപ്പർ വെച്ചിട്ട് തന്നെ അവൾക്ക് 2 എണ്ണം കൊടുത്തിട്ട്, നീ പറഞ്ഞിട്ടല്ലേ അവനിവിടെ ഇൻവെസ്റ്റ് ചെയ്തത്, നീ അവനെ സെഡ്യൂസ് ചെയ്തു, അങ്ങനെ ഇങ്ങനെയാന്ന് പറഞ്ഞ് ഭയങ്കരമായിട്ട് വഴക്കുണ്ടാക്കുന്നുണ്ട്. അതും ആരെടുത്ത്? ആജനോട്. നിങ്ങളുടെ മോന് അവൻ്റെ അച്ഛനെയും മുത്തച്ഛനെയും എത്രത്തോളം ഇഷ്ടമാണെന്നറിയാവോ? പക്ഷേ അവരുടെ ശരിക്കുള്ള മോൻ അവനെല്ലാം എന്നറിയുവാണെങ്കിലോ എങ്ങനെയുണ്ടാവും? അവൻ നശിച്ച് നാറാണക്കല്ലെടുക്കുന്നത് കാണുണ്ടാവുന്നുണ്ടെങ്കിൽ ഇനി മേലാൽ എന്നെ കാണാൻ വന്നു പോയേക്കരുത്.
എന്ന പുള്ളിക്കാരീനെ ഭയങ്കരമായിട്ട് ഭീഷണിപ്പെടുത്തിയിട്ടാണ് ആജിൻ അവിടുന്ന് പോകുന്നത്. ആജിനൊരു മാളിൽ പോകുന്നുണ്ട്. അവള് ഫേമസ് ആയതുകൊണ്ട് തന്നെ അവിടെ വന്നിട്ട് ഓരോരുത്തർ ഫാൻസ് വന്ന ഫോട്ടോസ് ഒക്കെ എടുക്കുന്നുണ്ട്. നമ്മൾ ആ ഫസ്റ്റ് എപ്പിസോഡിന്റെ തുടക്കത്തിലൊക്കെ ആ സ്കൂൾ ഡ്രൈവറായിട്ട് കണ്ടിട്ടുണ്ടായിരുന്ന സംഖ്യ ഉണ്ടല്ലോ, അവൾ അവിടെയാണ് വർക്ക് ചെയ്യുന്നത്. അത്രയും ഹൈയിൽ നിന്നിട്ടുണ്ടായിരുന്ന പെണ്ണ് ഇപ്പൊ അവിടെ ഷോപ്പിംഗ് മാളില് ഒരു ലേഡിക്ക് ചെരുപ്പിട്ട് കൊടുക്കാണ്. എത്രത്തോളം ദേഷ്യം തോന്നും. ആദ്യം സംഖ്യനെ കാണുന്നില്ല, പക്ഷെ അവള് കണ്ടതുകൊണ്ട് തന്നെ പണ്ട് നടന്ന കാര്യങ്ങളൊക്കെ മിന്നി പറഞ്ഞു പോകുന്നുണ്ട്. നല്ല ദേഷ്യത്തില് ഓൺലൈനില് ഒരു പോസ്റ്റ് ഇടുന്നു. ആജിൻ എന്റെ കൂടെയാണ് പഠിച്ചത്, അവളൊരു ഈവിളാണ്, അവളൊരു ലോൺ ഷാർക്കായിരുന്നു, ഞാൻ കള്ളിയാണെന്ന് മുദ്ര കുത്തി എന്നെ പുറത്താക്കി, അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറഞ്ഞ് ഉള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ്. ഈ ഒരു ന്യൂസ് അത്യാവശ്യം നന്നായിട്ട് തന്നെ സ്പ്രെഡ് ആവുന്നുണ്ട്. സിഇഒ പിന്നെ ജയോ ഒക്കെ കാണുന്നുണ്ട്. ജയ്ക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ട് അത് സംഖ്യയാണെന്ന്. അവളാണെങ്കിൽ കൂടുതലായിട്ട് എന്തെങ്കിലും അറിയണമെങ്കിൽ കമന്റിൽ ചോദിച്ചാൽ മതി, ഞാൻ പറയാന്നൊക്കെ പറഞ്ഞിട്ടാണ് നോട്ട് ഇട്ടേക്കുന്നത്. അത് കണ്ട് നല്ല ദേഷ്യം വരുന്ന ജയിന് എന്താ ചെയ്യാൻ പോവാന്ന് കാണേണ്ടിയിരിക്കുന്നു. സിഒ ലേഡി ആജിനെ വിളിച്ച് സംസാരിക്കുന്നതിന് ഞാനിതൊന്നും ചെയ്തിട്ടേ ഇല്ല, താൻ സ്കൂളിലൊരു മോഡൽ കണക്കായിരുന്നു, അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ പറയുന്നത്, പിന്നെ ഇതൊക്കെ ഒരു ഫണ്ണല്ലേ എന്നുള്ള രീതിക്കാണ് അവള് സംസാരിക്കുന്നത്. മനസ്സുകൊണ്ട് വിശ്വസിച്ചോന്നറിയത്തില്ല, പക്ഷെ പുറമെ സിഒ ലേഡി വിശ്വസിച്ചാണ് കാണുള്ളത്. താൻ കാര്യങ്ങളൊക്കെ നോക്കിക്കൊള്ളാന്ന് പറയുന്നുണ്ട്. ഗാങ് വർക്ക് റിലേറ്റഡ് ആയിട്ട് പുറത്തെവിടെയാണ് ഉള്ളത്, ആജിനെ വിളിച്ചിട്ട് ഞാനില്ലാതെ നീ എങ്ങനെ ഉറങ്ങാ, ഒന്നുമില്ലെങ്കിൽ ഞാൻ മുത്തശ്ശീനെ പറഞ്ഞു വിടട്ടെ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. കാരണം അവൾക്ക് സുഖമില്ല. ഇപ്പൊ കുഴപ്പമൊന്നുമില്ല, ഒന്ന് ഉറങ്ങിക്കഴിഞ്ഞിട്ട് ഞാൻ വിളിക്കാന്ന് പറഞ്ഞ് അവള് കോള് കെട്ടിയുന്നുണ്ട്. പക്ഷെ അവളെ കൊണ്ട് ഉറങ്ങാനേ പറ്റുന്നില്ല. മൈൻഡ് തീരെ ഓക്കെ അല്ലാത്തോണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മറിഞ്ഞൊക്കെ കിടക്കുന്നുണ്ട്. ആരോ വിളിക്കുന്ന പോലെ തോന്നി ഞെട്ടി എണീറ്റ് നോക്കുമ്പം മുത്തശ്ശിയാണ് വന്ന് നിൽക്കുന്നത്. ഒന്നാമത് പുറത്ത് നല്ല തണുപ്പാണ്. ഈ തണുപ്പത്ത് മുത്തശ്ശി അത്രയും നേരം പുറത്ത് നിൽക്കുമായിരുന്നു എന്നറിയുമ്പം അവൾക്ക് ഭയങ്കര കൺസേൺ. പക്ഷെ മുത്തശ്ശിക്ക് വിഷമം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവൾ അത്രത്തോളം വയ്യാതെയാണ് നിൽക്കുന്നത്. ഒരുമാതിരി വാടി തളർന്ന്. അതുകൊണ്ട് സഹിക്കാൻ പറ്റാതെ അകത്ത് കൊണ്ടുപോയിട്ട് ഫുഡൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. പക്ഷെ ഇവള് കഴിക്കുന്നില്ല, ഒരുമാതിരി സാഡായിട്ട് നിൽക്കുവാണ്. മുത്തശ്ശി തന്നെയാണ് വാരി കൊടുത്ത് തീറ്റിക്കുന്നത്. രണ്ടുപേരും കിടക്കുന്ന സമയത്ത് മുത്തശ്ശി ഒരു പൂച്ചേനെ നോക്കുന്നുണ്ട്. അതിനെക്കുറിച്ച് പറഞ്ഞ് അമ്മയുടെ സ്നേഹം എത്രത്തോളം ആഴത്തിലുള്ളതാണെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ ആജിൻ ഒരുമാതിരി സാഡായിട്ട് തന്നെയാണ് കിടക്കുന്നത്. അപ്പൊ മുത്തശ്ശി പറയുന്നു, ആ ഓൺലൈനിലുള്ളതൊക്കെ മുത്തശ്ശിയും കണ്ടിട്ടുണ്ട്, പക്ഷെ അത് വിശ്വസിക്കുന്നില്ലെന്നും, അഥവാ അങ്ങനെ നടന്നിട്ടുണ്ടെങ്കിൽ തന്നെ അതിന് അവളുടേതായ കാരണമുണ്ട്. അവളെ മുത്തശ്ശിക്കറിയാം സ്വീറ്റും കൈൻഡും ആയിട്ടുള്ള നല്ലൊരു കുട്ടിയാണ് എന്നൊക്കെയാണ് പറയുന്നത്. ഭയങ്കരമായിട്ട് പാമ്പർ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. ഈ സമയത്ത് ആജിൻ ഭയങ്കര വിഷമത്തിൽ പറയുന്നത്, പക്ഷെ മറ്റുള്ളവരൊക്കെ എന്നെ ഒരു ബാഡ് പേഴ്സൺ ആയിട്ടാണ് കാണുന്നത്. മുത്തശ്ശിക്ക് ഞാൻ എങ്ങനെയാണെന്ന് ചോദിക്കുന്നു. നീ എനിക്ക് ഒരു ഗിഫ്റ്റാണ്, എങ്ങനെയാണോ ഗാങ്ങും അവൻ്റെ അനിയനും അതേപോലെ നീ എൻ്റെ തന്നെ കുട്ടിയാണ് എന്ന് മുത്തശ്ശി മനസ്സിന്നാണ് പറയുന്നത്. അത്രത്തോളം നന്നായിട്ട് അവളെ നോക്കുന്നുണ്ട്. ഇതേപോലെ ചെറുപ്പത്തില് ഒറ്റൊരാൾ അവളുടെ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ ഇത്ര മോശം അവസ്ഥയിലേക്ക് എത്തില്ലായിരിക്കാം. ആ ഒരു സ്നേഹം ആജിനും ഫീൽ ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവണം. പിറ്റേന്ന് രാവിലെ മുത്തശ്ശി പോകുന്ന സമയത്ത് അവളുടെ വീടിന്റെ പാസ്കോഡ് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഇനിയും മുത്തശ്ശി വരുന്ന സമയത്ത് ഈ തണുപ്പത്ത് ഇങ്ങനെ കുറേ നേരം പുറത്ത് നിൽക്കുന്നത് ബുദ്ധിമുട്ടല്ലേ, അങ്ങനെ പോലും മുത്തശ്ശി ബുദ്ധിമുട്ടരുത് എന്ന് വിചാരിച്ചിട്ട്